ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നമ്മളെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ചൂട്, വിശപ്പില്ലായ്മ, ഫുഡ് കഴിച്ചാൽ ദഹിക്കാണ്ടിരിക്കുക. അതിനെല്ലാറ്റിനും ഒരു വഴി വെള്ളം കുടിക്കുക. എത്ര വെള്ളം കുടിച്ചാലും ശരീരം തണുക്കില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾ ഒന്നരാടെങ്കിലും കുടിക്കാൻ ശ്രമിക്കോട്ടെ. നിങ്ങൾക്ക് വയറിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശരീരം ഈ ചൂട് സമയത്ത് നല്ലോണം തണുത്തിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ്. നമ്മളിന്ന് എടുത്തേക്കണ എല്ലാ ഇൻഗ്രീഡിയൻസും വയറിന് അത്രയും നല്ലതാണ്. ശരീരം തണുക്കാനും നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി, കുറച്ച് പച്ചമുന്തിരി. മുന്തിരി വയറിന് അത്രയും നല്ലതാണ് കേട്ടോ. മുന്തിരി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം ഒഴിവാക്കിയിട്ട് ഇതേപോലെ റെഡിയാക്കിയാൽ മതി. ജാറിലേക്ക് മല്ലിയില ഇടുന്നുണ്ട്, പുതിന ഇല, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. തണുത്ത വെള്ളമാണ് ചേർക്കണേ. കുറച്ച് വെള്ളം ചേർത്ത് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരും. ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചാൽ മതി, വല്ലാണ്ട് അരയ്ക്കണ്ട. 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പുളിയുണ്ട് കേട്ടോ ഈ തൈരിന്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ് കഴുകി ആ വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരും. ബ്ലെൻഡ് ചെയ്തെടുത്ത തൈര് ഒരു പോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ കുറവ് ജീരകപ്പൊടിയാണ് ചേർക്കണേ. ജീരകം വറുത്ത് പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ചെറിയ ഉള്ളി നമുക്ക് ചതച്ചെടുക്കാം. ചതച്ച ഉള്ളി മോരിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്തോളൂ. അതുപോലെ ഉപ്പും ഈ സമയത്ത് നോക്കിക്കോളൂ. നമുക്ക് ഈ മോരൊന്ന് പതപ്പിച്ചെടുക്കണം. നല്ലോണം പതപ്പിച്ചെടുത്തുട്ടാ. അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മോരും വെള്ളം. സാധാരണ മോരും വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം മാത്രമേ തണുക്കുള്ളൂ, വയറിന് ഗുണങ്ങളൊന്നും കിട്ടില്ല. പക്ഷെ ഇതുപോലെ മോരും വെള്ളം നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിനും നല്ല ഗുണം ഉണ്ടാവും കേട്ടോ. ഈ ചൂട് സമയത്ത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.